സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഏറ്റവും സന്തോഷമായിട്ട് ഈ ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് തേക്കൽ അച്ഛനാണ്. അച്ഛൻ ആദ്യത്തെ ഇന്ത്യൻ ക്ലീനിഷ്യൻ വൈദ്യുതിയിൽ ഒരാളാണ്. അപ്പോൾ നമുക്ക് അച്ഛൻ തന്നെ ചോദിക്കാം, അച്ഛ എന്താണ് അച്ഛൻ്റെ ഈ വൈദിക ജീവിതം അച്ഛനെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? എൻ്റെ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു കൃതജ്ഞതയുടെ എൻ്റെ വിചാരമാണ്. കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന മഹത്തായ വിളി ഇതുവരെയും ഒരുമാതിരി ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ അനുഗ്രഹം ഇത് മാത്രമാണ്. അതായത് അത് അർഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ ദാനമാണ് തീർച്ചയായിട്ടും. വൈദിക ജീവിതത്തിലെ നിലനിർത്തി കൊണ്ടുപോകുന്ന പല ഘടകങ്ങൾ ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനാ ജീവിതമാണ്. ഇപ്പോൾ ഞാൻ റിട്ടയർ ആയിരിക്കുന്ന ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഒരു ഖേദകരമായ കാര്യമാണ്. പക്ഷേങ്കിൽ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന ഒക്കെ കൂടാതെ ചെല്ലുവാനായിട്ടും അപ്പോൾ മറ്റു പ്രാർത്ഥനകൾക്ക് യാമപ്രാർത്ഥന വളരെ ഒരുമിച്ച് വരാൻ പറ്റിയെങ്കിൽ അത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. അത് മുടക്കാതെ കമ്മ്യൂണിറ്റിയുടെ കൂട്ടത്തിൽ മുടക്കമില്ലാതെ ചെയ്യുന്ന ഒരു പതിവ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും വളരെ ഇവിടെ പൗരോഹിത്യ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു ഘടകമാണ്, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ലൈഫും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് മറ്റൊരു പലപ്പോഴും ചുടുവാക്കിനോ അല്ലെങ്കിൽ ആരെങ്കിലും കമ്മ്യൂണിറ്റിയുടെ പ്രയറിൻ്റെ സമയത്ത് വന്നില്ലെങ്കിൽ എനിക്ക് ആ പഴയൊരു അസ്വസ്ഥതയാണ് തീർച്ചയായിട്ടും. പിന്നെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ സംശയമാണ്. എങ്കിലും കർത്താവാനുള്ള അനുഗ്രഹം ഇതുവരെയും തന്നിട്ടുണ്ട്. കൈപിടിച്ച് നടത്തുന്നുണ്ട് കർത്താവ്. അത് തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു ബലം നൽകുന്നുണ്ട്. പിന്നെ ബാക്കി ആക്ടിവിറ്റീസ് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് പിന്നെ ചെറിയ കാര്യങ്ങൾ പറയാൻ കഴിയുമോ, വായിക്കുകയോ പിന്നെ പ്രാർത്ഥിക്കുകയോ അങ്ങനെയുള്ള സംഗതികൾ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വളരെ സാറ്റിസ്ഫാക്ഷനാണ് എനിക്കുള്ളത്. ഒരു തൃപ്തി ഈ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അനുഭവത്തിലുണ്ട്. ഒരു നഷ്ടബോധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്തയില്ല. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി നന്ദി മാത്രം പറയുക, അതാണ് ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് ചെയ്യുവാൻ. അപ്പോൾ അത് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളൂ. നമ്മൾ കുര്യാക്കോസിന്റെ ഈ വാക്കുകൾ കേട്ടു. അച്ഛൻ ഇപ്പോൾ ആരോഗ്യം അച്ഛന തൃപ്തികരമല്ലെങ്കിൽ പോലും അച്ഛൻ ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ ഈ സംരംഭത്തിന് എല്ലാ നന്ദിയും എല്ലാ പിന്തുണ അച്ഛൻ നൽകുകയുണ്ടായി. അച്ഛന് എല്ലാവരും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.